ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ജമ്മുവിലും പഞ്ചാബിലുമൊക്കെ കരുതലിന്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജമ്മു കാശ്മീരിൽ എങ്ങുമെന്ന പോലെ ജമ്മുവിലും ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ മടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഒരല്പം ജാഗ്രത ജനങ്ങൾക്കിടയിലുണ്ട്. കടകമ്പോളങ്ങളൊക്കെ ഏതാണ്ട് പകുതിയിലേറെയും അടഞ്ഞു കിടക്കുന്നു. തെരുവ് വിളക്കുകൾ പകുതിയിലേറെ ഇപ്പോൾ കത്തുന്നില്ല. ഈ മേഖലയിലുള്ള ഒന്നോ രണ്ടോ വിളക്കുകൾ മാത്രമേ ഞാൻ കത്തുന്നതായി കണ്ടുള്ളൂ. ആ തരത്തിലൊരു ജാഗ്രത ഏതായാലും ഇപ്പോഴുമുണ്ട്. ഇന്ന് രാത്രിയും അതേ ജാഗ്രത തുടരുകയും ചെയ്യും. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ ഈ ഒരു സമാധാനകാലം കുറച്ചധികം നീണ്ടു നിൽക്കണം എന്നതാണ് ജനങ്ങൾ പൊതുവെ പറയുന്നത്. നമ്മൾ ചില ക്യാമ്പുകളിലൊക്കെ പോയിരുന്നു ഇന്ന് രാവിലെ. അതിർത്തി മേഖലയിലുള്ളവരെ ഇത്തരം ക്യാമ്പുകളിലാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് അതിർത്തി മേഖലയിലേക്ക് മടങ്ങുന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു ധാരണയിൽ നിന്ന് ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു അതിക്രമത്തിന് മുതിർന്നാൽ അത് ഇവരുടെ ജീവിതത്തെ പിന്നെയും ദുരിതപൂർണ്ണമാക്കും. അതുകൊണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു തന്നാൽ അത് നന്നാകുമെന്നുള്ള അഭിപ്രായം ചിലരൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആശങ്ക ആ ജനങ്ങൾക്കുണ്ട്. സ്കൂളുകളൊക്കെ അന്ന് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം അടഞ്ഞു കിടക്കുകയാണ്. ചില കുട്ടികളോടൊക്കെ നമ്മളിപ്പോൾ വൈകിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർക്കൊക്കെ സ്കൂൾ എന്ന് തുറക്കുമെന്ന് അറിയേണ്ടതുണ്ട്. അവർക്ക് മടങ്ങിപ്പോകാൻ സ്കൂളുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പൊതുവികാരമാണ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ജമ്മുവിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് കണ്ടത് കണക്കെയുള്ള ഒരു ശാന്തി അത് വരും ദിവസങ്ങളിലും ഇതേപടി തുടരണം എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹം.